അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എന്താ പറയുന്നത്, ഇന്ന് പുറത്ത് വരെ ഒന്ന് പോയായിരുന്നു. ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൂസിന്റെ ഹെൽത്ത് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്കൂളിൽ ഹെൽത്ത് കാർഡ് വേണം. അപ്പം ആ ഹെൽത്ത് കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് പോയതായിരുന്നു. അപ്പം ഇപ്പൂസിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പാതി വഴി ആയപ്പോഴത്തേക്ക് ഇപ്പൂസ് ഉറങ്ങി വണ്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ അവനെ ഫ്രണ്ട് സീറ്റിലോട്ട് കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ചിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഫയലൊക്കെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കിന് ഞാൻ നോക്കിയപ്പോൾ ഹെൽത്ത് കാർഡ് കൊണ്ടുപോകേണ്ട സാധനം കൊണ്ടുപോയില്ല. ബാക്കി ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ദേശീയ ലുലുവിൽ വന്നു. അപ്പം അവിടെ വന്നിട്ട് കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു. അവന് പാമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം വീട്ടിലത്തേക്കുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പം നമ്മളൊരു സാധനം കണ്ടു. അപ്പം നമുക്ക് മെയിനായിട്ട് നമുക്ക് മൈക്ക് വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു മൈക്ക്, അതേപോലെ നല്ലൊരു സ്റ്റാൻഡ്. അപ്പം നമ്മൾ ജിമ്പിൽ വാങ്ങിച്ചത്. അതേപോലെ നമ്മൾ ഇന്നൊരു മൈക്ക്, ലവ്ലിയർ മൈക്ക് വാങ്ങിച്ചു. അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. അപ്പം ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. വന്നു ഒരു ചായ കുടിച്ചിട്ട് എന്നാ ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഇത് ഹോക്കോ എന്ന് പറഞ്ഞിട്ട് പ്രീമിയം പ്രോഡക്റ്റ്, ഹോക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഇത് ചെയ്തേക്കുന്നതാണ്. അപ്പം അതിൽ ഒരു ലാവ്ലിയർ മൈക്ക്, മൈക്രോഫോൺ ഫോർ IP, ഓഡിയോ പ്ലഗ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണാമോ? അപ്പം ഇതാണ് സംഭവം. അപ്പം ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇത് വളരെ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, 4KD സംതിങ് ആവുന്നുള്ളൂ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം സിമ്പിളാണ്. ഒരു ചെറിയൊരു കവർ അതിൻ്റെ അകത്ത് വേണ്ട ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു പറഞ്ഞു പോയി കേട്ടോ. അപ്പം ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അപ്പം ഈ പ്രോഡക്റ്റ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് നമുക്ക് മറ്റേ സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്ത് നോക്കാം. റോഡിൻ്റെ ഒരു മൈക്രോഫോൺ വാങ്ങിക്കുക, വയർലെസ് മൈക്രോഫോൺ വാങ്ങിക്കുക മുമ്പേ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വിലക്കുറവായതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കവറുണ്ട്. അതിൻ്റെ അകത്ത് യൂസർ മാനുവലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള, മൈക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് മീൻസ് വിൻഷീൽഡ് എന്നല്ലേ പറയണേ, അത് തന്നെ. അപ്പോൾ ആ ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതാണ് യൂസർ മാനുവൽ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് കണക്ട് IP ഓഡിയോ പ്ലഗ് ടു ദ ഡിവൈസ്, അറ്റാച്ച് മൈക്രോഫോൺ ടു ദ കോളർ എന്ന് അത്രേ ഉള്ളൂ സംഭവം. സിമ്പിള് സാധനം. അപ്പോൾ ഇതിൻ്റെ മൈക്രോഫോൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒംനി ഡയറക്ഷണൽ മൈക്രോഫോണ്, ഫ്രീക്വൻസി റെസ്പോൺസ് 20 Hz to 2000 Hz, സെൻസിറ്റീവ് 40 dBFS. അപ്പം കേബിളിൻ്റെ ലെങ്ത് 2 മീറ്റർ ഉണ്ട്. പ്രോഡക്റ്റ് വെയിറ്റ് 18 gram അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉള്ളതും കൂടെ ഉണ്ട്. ഹൗ ടു കണക്ട് മൈക്രോഫോൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്, ടേക്ക് ദ മൈക്രോഫോൺ ഔട്ട് ദ ബോക്സ്, കണക്ട് ദ മൈക്രോഫോൺ ടു ദ ഓഡിയോ പ്ലഗ് ടു ദ ഡിവൈസ് ഇയർഫോൺ പോർട്ട്, ടു സ്വിച്ച് ദ മൈക്രോഫോൺ ഓഫ്, ഡിസ്കണക്ട് ദ IP ഓഡിയോ പ്ലഗ് ഫ്രം ദ ഇയർപോഡ്, ഡു നോട്ട് കണക്ട് മൈക്രോഫോൺ ഇഫ് യു സീ എനി ഡാമേജ് ആൻഡ് വെൻ ദ ഡിവൈസ് ഓവർ ഹീറ്റ് എക്സ്റ്റൻസീവ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡിവൈസ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്തെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നേരത്തെ വാണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ആലോചിച്ചോണം സാധനം എത്രത്തോളം ഇതാണെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പം ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് നമുക്ക് ലോ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇത് 2 മീറ്റർ ലെങ്ത് ഉള്ള ഇതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഐഫോണെ കുത്താൻ പറ്റുന്ന പിന്നോട് കൂടിയുള്ളതാണ്. രണ്ടും ഉണ്ട് കേട്ടോ, C ടൈപ്പും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പം ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. കാരണം നമ്മുടെ ഐഫോൺ ആയതുകൊണ്ട് അത്ര കുത്താൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇതാണ് കോളറിൻ്റെ. ഇതിങ്ങനെ പ്ലഗ് ചെയ്യുക. ഇങ്ങനെ പ്ലഗ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പം ഗൈസ് വേറൊന്നുമല്ല, എൻ്റെ ഇടയ്ക്കൊന്ന് വീഡിയോ കട്ടായിരുന്നു. കാരണം മോൻ്റെ ജിമ്പൽ ഒന്ന് ടിൽട്ടായി പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ബട്ടനെ പ്രസ് ചെയ്തപ്പോഴത്തേക്കിന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, പിള്ളേർക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് എടുത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു സ്റ്റാൻഡ് കൂടെ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നല്ല ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലതായിരിക്കും. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം കിട്ടുവാണെങ്കിൽ അതും നോക്കുന്നുണ്ട്.
അപ്പം നമുക്ക് ഈ മൈക്രോഫോൺ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചാണ് ഇയർപോഡ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ മൈക്ക് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കേൾക്കാവോ? നല്ലതായിട്ട് കേൾക്കാവോ? ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സൗണ്ട്. അപ്പം ഇത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ നമ്മൾ ഇതൊരു ഇങ്ങനെ കുത്തി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് ഒരു ലോ ബഡ്ജറ്റ് ഉള്ളവർക്ക്, മീൻസ് വലിയ ഒത്തിരി പൈസ മുടക്കാൻ ഇതില്ല എന്നുള്ളവർക്ക് ഇത് നല്ലൊരു സാധനമാണെന്ന് തോന്നുന്നു. എനിവേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് കേട്ടോ ഓഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് അറിയത്തില്ല എനിക്ക്. ഞാനിപ്പോൾ ഒന്ന് വീഡിയോ കേട്ടപ്പോഴത്തേക്കിന് എൻ്റെ അത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് നോക്കാം. ഹലോ, ചെക്ക് 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 1 2 3 1 2 3 ചെക്ക് ചെക്ക് ചെക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കേൾക്കാവോ? നമ്മുടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഉള്ള സൗണ്ടും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏതായിരിക്കും നല്ലതെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഇതെന്താണെങ്കിലും വർക്ക് ആവുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത്, ഫോണിൻ്റെ അകത്ത്. അപ്പം ഇത് സൗണ്ട് ക്യാപ്ചറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എനിക്ക് കേട്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പം എനിവേ എന്താണെങ്കിലും ഈ പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ 2-3 വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ നോക്കാം. നമുക്ക് എന്താണെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു 4Kക്ക് നമുക്ക് നല്ലത് തന്നെയാണ്. അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. ചെറിയ പൈസയ്ക്ക് നമുക്ക് വലിയ എന്താ പറയുക, പൈസയ്ക്ക് നമ്മൾ വലിയ സാധനങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ ഇത് കളയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചെറിയ പൈസയ്ക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ. ഈ വീഡിയോ ഒന്നുകൂടെ എല്ലാം ഒന്ന് കേട്ട് നോക്കുന്നുണ്ട്. അപ്പം എനിവേ എന്താണേലും ഇനി ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. നമുക്കിനിയൊരു വേറൊരു സ്റ്റാൻഡേർഡ് വേണം നമ്മുടെ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം വണ്ടിയിൽ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനൊരു പ്രോഡക്റ്റ് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു അവിടെ, ഞാനത് ബൈ ചെയ്തില്ല. അപ്പം എന്താണെങ്കിലും ആദ്യം വാങ്ങിച്ചു വന്ന പ്രോഡക്റ്റ് നല്ലതാണോ നമുക്കറിയണമല്ലോ. അത് കഴിഞ്ഞിട്ട് മതി അടുത്തെന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പം ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളതും പോയി വാങ്ങിക്കാമെന്നുള്ള ഇതാണ്. അപ്പം എനിവേ അപ്പോൾ അതിൻ്റെ യൂസ് നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് വണ്ടിക്കകത്തൊരെണ്ണം ആവശ്യമാണ്, ഒരു മൊബൈൽ ഹോൾഡർ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതൊരെണ്ണം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ലാപ്ടോപ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ വിലയും മീൻസ് അതിൻ്റെ പ്രൈസും പിന്നെ അതിൻ്റെ സ്പെക്കൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ 2-3 എന്താ പറയുക ലാപ്ടോപ്പുണ്ട്. അപ്പം എന്താണെങ്കിലും അത് നമുക്ക് ഒന്ന് നോക്കണം. അതിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് മൊബൈൽ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഒന്ന് ഐഫോൺ ആയതുകൊണ്ട് മിക്ക ആപ്ലിക്കേഷൻസും നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം പിന്നെ അതുമല്ല എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ മെമ്മറി തന്നെ 128 GB ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് അത് 127 GB ആയി. അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഗ്യാലറിയിലോട്ട് ആക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും മെമ്മറി ഇല്ലാതെ ഞാനപ്പോൾ ചോദിച്ചു, മെമ്മറി ഇല്ലാതെ 128 GB ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം മെമ്മറി ചെക്ക് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 128 GB തൊട്ട് താഴെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ കുറേ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനന്ന് ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാതെ ഞാൻ ലാപ്പിലോട്ട് ആക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും ഒരു രക്ഷയില്ല, മുടിങ്ങലായി. ഓൾറെഡി ഇത് പഴയ ഒരു ലാപ്പാണ് എൻ്റെ ഉള്ളത്. അതാണെങ്കിൽ ഔട്ട്ഡേറ്റഡായി. സോഫ്റ്റ്വെയർ ആണല്ലോ എല്ലാം. ഒന്ന് ഞാൻ സ്ക്രീനൊക്കെ പോയപ്പോൾ ഞാനൊന്ന് സ്ക്രീനൊക്കെ ഒന്ന് വാങ്ങിച്ച് സെറ്റാക്കിയതാണ്. അപ്പം അതിന് വലിയ കാര്യമായിട്ടുള്ളൊരു ഇതുണ്ടായില്ല. അപ്പം എനിവേ എന്നാലും പുതിയ നമുക്കൊരു ലാപ്പ് അത്യാവശ്യമാണ് നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ പിള്ളേർ പഠനത്തിനും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും വേണം. അപ്പം നല്ല സ്പീഡുള്ളതായിട്ട് നല്ല പ്രോസസ്സറോടുകൂടിയുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലാപ്പ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ആലോചനയിലാണ്. അപ്പോൾ എന്തായാലും റോഡ് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഒന്ന് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാഷൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക്
റോഡിലോട്ടൊക്കെ മാറാം എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ മൊത്തം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 75% ആൾക്കാർ വോട്ട് ചെയ്ത റോഡ് മൈക്രോഫോണിന് വേണ്ടിയിട്ടാണ്, വയർലെസ് മൈക്രോഫോണിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അതേപോലെ നമ്മൾ ക്യാമറയുടെ വ്യൂ ചെയ്തപ്പോഴത്തേനും GoPro ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ 2 സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടാണ്, നമ്മൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചപ്പോഴത്തേനകത്ത് ഒരു എന്താ പറയുന്നത്, നിങ്ങളൊരു ഫീഡ്ബാക്കായിരുന്നു അത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് തന്നേക്കുന്ന 2 സാധനങ്ങളാണ്. അപ്പോൾ 2 സാധനങ്ങൾ എന്താണ് നമ്മൾ വാങ്ങിക്കും, അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. നമുക്ക് വാച്ച് അവർ ഭയങ്കര കുറവാണ്. ഇപ്പം തന്നെ 29.7 സംതിങ് ആയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി അത് 30,000 ആവും. എനിവേ നാളെ എനിക്ക് ഡ്യൂട്ടിയാണ്. നാളെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നാളെ എല്ലാവരും അങ്ങനെയാണ്, ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണ് നമ്മൾ ടാർഗറ്റ് വെച്ച് നമുക്ക് ഒന്ന് പാർട്ടി അനുസരിച്ച് കേക്ക് കട്ടിങ് നടത്തണം വിചാരിക്കുമ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ആ സാധനം സംഭവിക്കുന്നത്. എനിവേ എന്തായാലും ഞാൻ നാളെ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും നമ്മൾ നാളെ കേക്ക് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ചെയ്യണം, നമ്മൾ എല്ലാവർക്കും സന്തോഷമായിട്ട്, എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ സപ്പോർട്ടിന് വളരെ വളരെ താങ്ക്സ്. അപ്പം നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ റിക്വസ്റ്റ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നുണ്ട്. അത് വരുന്നവരെ എല്ലാവർക്കും ബൈ.